ഇന്നൊരു ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു മത്തൻ ഹൽവയുടെ റെസിപ്പി. മത്തങ്ങ ഉപയോഗിച്ചിട്ട് എങ്ങനെ അടിപൊളി ഹൽവ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മത്തന് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ എടുക്കാം. അതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തൻ ഇട്ട് കൊടുക്കാം. ഇതൊരു 300 ഗ്രാമോളം മത്തൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തനെ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. മത്തൻ ഇതാ നമ്മൾ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിലിന് ശേഷം സ്റ്റീം എല്ലാം പോയതിന് ശേഷം നമ്മളിതാ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് കാണാം മത്തൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഈ വെള്ളം നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വെള്ളം മാറ്റിയിട്ട് ഈ മത്തൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം എല്ലാം മാറ്റിയിട്ടുണ്ട്. മത്തൻ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബ്ലെൻഡറിലിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിന് മുന്നേ ഇതിലൊരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടെ വേറെയും ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊരു പാന് ചൂടാക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ഉരുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ കാഷ്യൂസും റൈസിൻസും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മത്തന് ഒഴിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം മത്തൻ അരച്ചത് നമ്മൾ ഇതിലേക്ക് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 1-2 ഇൻഗ്രീഡിയൻസ് കൂടി കേട്ടോ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആദ്യം പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു 3/4 കപ്പ് തൊട്ടിട്ട് 1 കപ്പ് വരെ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ളത് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഹൽവ കഴിക്കാത്തവർ, മത്തൻ്റെ ഹൽവ കഴിക്കാത്തവർ വിചാരിക്കുന്നുണ്ടാകും മത്തൻ്റെ ഹൽവയല്ലേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് മത്തൻ്റെ ചൊവ്വ തന്നെ അധികമല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഉണ്ടാകും മത്തനൊന്നും കഴിക്കാത്തവർ. അവർക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതവിടെ നമ്മൾ പഞ്ചസാര എല്ലാം നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 1 കപ്പ് അരിപ്പൊടി തന്നെ നമ്മൾ കയ്യിൽ റെഡിയാക്കി വെക്കണം. അതിന് 1/2 കപ്പ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് എല്ലാം യോജിച്ചതിന് ശേഷം ബാക്കി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടാണ് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ അരപ്പ് നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പിനേക്കാളും കൂടുതൽ വേണ്ടി വരും. ഇതിലിപ്പോൾ ഇനി ഒരു 1/2 കപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ട് 1/2 കപ്പ് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. കൈ എടുക്കാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അരിപ്പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി വെക്കാൻ മറക്കരുത്. അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്നത് കാണാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. നമുക്ക് കാണാം പാനിൽ ഇത് നല്ലപോലെ വിട്ട് വരുന്നത്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്താൽ അതേപോലെ കിട്ടും. ആ ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫോൾഡ് ചെയ്താൽ അതേപോലെ കിട്ടുന്നൊരു പരുവുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കാണാം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ കിട്ടും. അപ്പം ഈ ഒരു ടൈമിലാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് മാറ്റുന്നത്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു മോൾഡിലേക്ക് ഇത് മാറ്റാം. ഒന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ മാറ്റാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേയിലേക്കാണ് കേട്ടോ ഇത് മാറ്റുന്നത്. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഈ ട്രേയിലേക്ക് കറക്റ്റ് റെഡിയാക്കി വെക്കുകയാണ്. അപ്പം ഞാൻ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് നല്ലപോലെ പ്രസ് ചെയ്ത് ടൈറ്റായിട്ട് ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന്
തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈ ട്രേൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ സാധാരണ ഒരു ഹൽവ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾക്ക് മത്തൻ്റെ ടേസ്റ്റ് ഉണ്ടാകും ഇതിൽ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മത്തൻ്റെ ടേസ്റ്റ് ഒന്നും കുത്തൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.